ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്നത്തെ പരിപാടി മെമ്പർ ഉണ്ട് നല്ല പച്ചക്കറിയും കൊണ്ട് വന്നിട്ട്, അത് വെണ്ടക്ക നല്ല കോട്ടപ്പയർ. അപ്പോൾ കോട്ടപ്പയർ എന്ന് പറഞ്ഞ ഫ്രണ്ട്സ് നല്ല നീളമുള്ള പയർ കേട്ടാ. അപ്പോൾ ഇവർ പറയുന്നത് കൃഷി എല്ലാവരും ചെയ്യാനാണ്, വീട്ടിൽ ദേശം കൃഷി ചെയ്യാനാണ് ഇവർ പറയുന്നത്. മെമ്പർ എന്തെല്ലാം കൃഷിയെ പറ്റി ഒന്ന് തെളിഞ്ഞെന്ന് പറഞ്ഞ ഉപദേശം. കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയല്ലേ വീടുകളിലേക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ട ജൈവ പച്ചക്കറികൾ നമ്മളിത് ചെയ്യാം ഫ്രണ്ട്സ്. ഇത് അവർ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മളെ വീടുകളിൽ തരുന്ന ഒരു പരിപാടിയാണ്. ആരും മേടിക്കാണ്ടിരിക്കൂല, ആരും ഇവരെ നമ്മൾ പുറത്ത് കൂടി നമുക്ക് കിട്ടുന്നത് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും പച്ചക്കറി. യാതൊരു വിധത്തിലുള്ള വിഷങ്ങളും അടിക്കാത്ത നാടൻ ജൈവ പച്ചക്കറി. അതെ, ഇപ്രാവശ്യം പഞ്ചായത്തിൽ ഒരുപാട് കൃഷിക്ക് ഒരുപാട് പച്ചക്കറി വിത്തുകളില്ലേ, അതുപോലെ പച്ചക്കറി തന്നെ തൈകൾ കൊടുത്തിട്ടുണ്ട്. അതെ, എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണ്ട നമ്മുടെ നാട്ടിൽ എല്ലാ വീടുകളിലും മുളക്, അതുപോലെ തന്നെ വെണ്ടക്ക, കോട്ടപ്പയർ, ചീര, ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് നട്ടിട്ട് വളർത്തി വണ്ണം വെപ്പിക്കാൻ പറ്റുന്നതാ. നമ്മൾ തന്നെ കൃഷി നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാം പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാല് എല്ലാം വിഷവും അതും ഉള്ളതുകൊണ്ട് ആർക്കും കുട്ടികൾക്കൊന്നും കൊടുക്കാൻ പാടില്ല. സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പഠിക്കുക അല്ലേ, സ്വന്തമായിട്ട് കൃഷി ചെയ്യാം. നല്ല കൃഷി, നല്ല നമ്മള് മരുന്നിന് ചെലവാക്കുന്ന പൈസ പച്ചക്കറിക്ക് ചെലവാക്കും, അത്രേ ഉള്ളൂ. കാരണം എല്ലാവർക്കും രോഗം പിടിക്കാൻ കാരണം എന്താ, ഇങ്ങനെയുള്ള വിഷം മാത്രമല്ല, ചെറിയ കുട്ടികൾക്ക് വരെ വിഷമല്ലേ കൊടുക്കുന്നത്. ഇതുപോലെ ചെയ്യാം, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ ഇത്തരത്തിലുള്ള ഒരു 4 പയറ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വീട്ടിലുള്ള വയറിന്റെ ആവശ്യമായി. അതാണ് കേട്ടാ, ഇതിന് ചെറിയ മെനക്കേടുകൾ എന്ന് പറയുന്നത് അല്ലേ. മീറ്റർ പയറാണ്, നമുക്ക് കുറച്ച് റിലാക്സ് ചെയ്യാം. നമ്മള് രാവിലെ നമുക്കൊരു വ്യായാമം കിട്ടും. നമ്മുടെ വീട്ടിലേക്ക് വേണ്ട വിഷരഹിത പച്ചക്കറികൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ എല്ലാ ആൾക്കാരും പ്രവർത്തിക്കുക. അതിന് നിങ്ങളുടെ കൂടെ മാങ്ങാട്ടം ഗ്രാമപഞ്ചായത്തുണ്ട്, കൃഷിഭവനുണ്ട്. നമ്മുടെ പഞ്ചായത്തിനെ പറ്റി ആരും ഒന്നും പറയട്ടെ, എല്ലാ പഞ്ചായത്തിലുള്ള എല്ലാവർക്കും വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു. അതത്രയും ഒരു നല്ലൊരു പഞ്ചായത്ത് നമ്മുടെ മാങ്ങാട്ടം പഞ്ചായത്ത്. ഞാനിപ്പോൾ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ നമ്മുടെ നാട്ടിൽ തന്നെ വീടുകളിലേക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അതും ചെറിയ വിലക്ക്, മാർക്കറ്റിൽ കിട്ടുന്നതിനെക്കാട്ടും കുറഞ്ഞ വിലക്ക് വിഷരഹിത പച്ചക്കറികൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇവര് പുറമെ കടയിലൊന്നും അത്ര കൊടുക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ നാട്ടിലുള്ള വീട്ടിൽ നമ്മുടെ വീടിന്റെ അടുത്തുള്ള വീട്ടിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ അതുപോലെ നല്ല വെള്ളരിക്കലുണ്ടായിരുന്നു. വെള്ളരിയുണ്ട്. ഇപ്പോൾ പച്ചക്കറികൾ വലുതുണ്ട്. ഇനി കുറച്ച് കൂടി ഉണ്ടാവുള്ളൂ. വേനൽക്കാലം ആയി കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ലഭ്യത കുറവുണ്ടാകുന്ന സമയത്ത് പച്ചക്കറി കൃഷി കുറയും. അടുത്ത വെള്ളം കിട്ടുന്ന സമയത്ത് പിന്നെയും തുടങ്ങും. ചെറിയ സ്ഥലമല്ലേ വേണ്ടു ഇതിന് അല്ലേ, പാക്കറ്റിലും വളർത്താല്ലേ. നമുക്ക് ഗ്രോ ബാഗിൽ ചെയ്യാം, ചട്ടിയിൽ ചെയ്യാം. അതുപോലെ കുറച്ച് ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ എല്ലാ കൃഷികളും കുറച്ച് ചെയ്യാം. നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ട പച്ചക്കറികൾ ചെയ്ത് നമ്മൾ ജൈവ കൃഷിയിലേക്ക് മാറുക, രോഗമുക്തി നേടുക, അതാണ് പറയാനുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഈ നമ്മൾ ഈ പച്ചക്കറിയില്ലേ, ഈ പച്ചക്കറി ചില പച്ചക്കറി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നില്ലേ, അതെല്ലാം കംപ്ലീറ്റ് ശരിക്കും വിഷം തന്നെ, വിഷത്തിൽ മുങ്ങിയിട്ട് വരുന്നതാണ് അല്ലേ, മുങ്ങിയിട്ട് വരുന്നില്ലേ. അപ്പോൾ ഈ മുളക് കൃഷി എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ നമ്മൾ പോയി കണ്ടു കഴിഞ്ഞാൽ ഒരു അത്രക്ക് സാധനം ഉണ്ടാവും. ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മുളകല്ലോ അല്ലേ, 2-3 ചെടിയെ കൊണ്ടും നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് 2-3 നമ്മളൊരു ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ നമ്മളൊരു സിമെന്റ് ചാക്കിൽ കട്ട് ചെയ്തിട്ട് മണ്ണും പച്ചിലയും നിറച്ച് ഉണക്ക ഇലയും നിറച്ചിട്ട് നമ്മൾ നട്ട് കഴിഞ്ഞാൽ കുറച്ച് ചാണകപ്പൊടിയെല്ലാം ഇട്ട് കുറച്ച് ജൈവവളങ്ങളെല്ലാം ഇടുക, എല്ലുപൊടി, വേപ്പ് മുണ്ണാക്കെല്ലാം ഇട്ട് നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട മുളക് വിളയെല്ലാം നമുക്ക് പറിക്കാം. നമ്മുടെ വീട്ടിലേക്ക് ഒരു ആവശ്യത്തെ ഒരു ദിവസത്തേക്ക് എത്രയാ വേണ്ടി, ഒരു 4-5 പച്ചമുളക് വേണം. അപ്പോൾ നമ്മളെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും സ്ഥലം ഉണ്ടാവും, ഒരു 10 സെന്റ് സ്ഥലം ഉണ്ടാവും. എല്ലാവർക്കും പൊതുവെ നമ്മൾ ടൗണിലല്ലോ, ഉൾഗ്രാമല്ലേ. ഉൾഗ്രാമത്തിൽ എപ്പോൾ ചെയ്യേണ്ടത് അറിയാം, പച്ചക്കറി നടണം. ഞാനിപ്പോൾ ഒരു തക്കാളി കൃഷി ഒരു സ്ഥലത്ത് കണ്ടു, ഈ നാട്ടിലാണ്. എന്താ അതിന്റെ വില കായ്ക്കുന്നത്? എല്ലാ കൃഷിയും കൂടെ വിജയിക്കുന്നുണ്ട് അല്ലേ, കാബേജ് ആയിക്കോട്ടെ അല്ലേ, എല്ലാ കൃഷിയും വിജയിക്കുന്നുണ്ട്. മഞ്ഞുകാല കൃഷിയായിട്ടുള്ള കാബേജ്, കോളിഫ്ലവർ എല്ലാം നമ്മൾ പഞ്ചായത്തിന് തൈ കൊടുത്തിട്ടുണ്ട്, ജനങ്ങൾ ചെയ്തിട്ട് വിജയിച്ചിട്ടുണ്ട്. അതെ, അപ്പോൾ എല്ലാവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വിജയിക്കാത്ത ഒരു കൃഷിയുമില്ല. നിലക്കടല കൃഷി മാങ്ങാട്ടം പഞ്ചായത്തിൽ വിജയിച്ചിട്ടുണ്ട്, ക്യാരറ്റ് കൃഷി വിജയിച്ചിട്ടുണ്ട്, പച്ചക്കറികളെല്ലാം വിജയിച്ചിട്ടുണ്ട്. പിന്നെ ഈ കണ്ടംകുന്നിൽ ആർക്കും ശരിക്കും അസുഖം കുറവാണ്. കാരണം എന്താ അറിയാം, അസുഖം എന്ന് പറഞ്ഞാൽ സാധാരണ രോഗമല്ല, ഇങ്ങനെയുള്ള രോഗങ്ങൾ കുറയാൻ കാരണം ശരി പച്ചക്കറി, അതുപോലെ തന്നെ എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. നല്ല പച്ചക്കായ ഉണ്ട് അല്ലേ, എല്ലാം നല്ല നല്ല സാധനങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ശരീരവും നല്ലതാണ്, എല്ലാം കൊണ്ടും നിങ്ങൾക്ക് നല്ലതാണ്. ഡോക്ടർക്ക് പൈസ കൊടുക്കണ്ടല്ലോ, ആ പൈസ നിങ്ങൾക്ക് അതിന് വേണ്ടി കൃഷി ചെയ്യാൻ നോക്കും. എല്ലാം ഡോക്ടർക്ക് കൊടുക്കുന്ന പൈസയും ആ സമയവും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വിഷരഹിത പച്ചക്കറി നമുക്ക് തന്നെ ഉത്പാദിപ്പിക്കാം. പച്ചക്കറി പിന്നെ
നമുക്ക് നാടൻ പച്ചക്കറി നമുക്ക് കഴിക്കാം. അതെ, 2 വാഴ കൃഷി 2 2 3 ഓരോന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കെട്ടിടമില്ല സ്ഥലമില്ല എന്ന് പറയുന്ന ആൾക്കാർ വീട്ടിന്റെ മേലെ ടെറസിന്റെ മേലെ നമുക്ക് ഗ്രോ ബാഗ് അടിയിൽ ഷീറ്റ് വിരിച്ച് ഗ്രോ ബാഗ് വെച്ച് ജൈവ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ടെറസിന് നാശം വരില്ല. നമുക്ക് നല്ല രീതിയിലുള്ള പച്ചക്കറി നമുക്ക് പറിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് പറയാനുള്ളത്. ഓക്കെ എന്നാ പിന്നെ നമുക്ക് ഇവിടെ നമ്മൾ നിർത്തുകയാണ് ഫ്രണ്ട്സ്. അപ്പൊ നിങ്ങളെല്ലാവരും ശരിക്കും കൃഷിയിലേക്ക് ഇറങ്ങണം. രാവിലെ ഒരു അരമണിക്കൂർ വെള്ളവും അതുപോലെ തന്നെ ഇതിന്റെ അത്രയേ ഉള്ളൂ. അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഗുണം കിട്ടും. കാരണം ഇത് നിങ്ങൾ ഇന്നേക്ക് മാത്രം നമ്മളിത് കാര്യമായിട്ട് ഇത്രയും ഒരു വീഡിയോ എടുക്കാൻ കാരണം മെമ്പർ കൂടി എത്തിയതാണ്. മെമ്പർ തിരക്കുണ്ട്. ആ സമയത്ത് പോലും ഈ ഒരു സമയം നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അല്ലാണ്ട് ഇത് നമുക്കൊരു ഇതിനകത്ത് ആ ലൈക്ക് തന്നില്ലെങ്കിൽ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കുഴപ്പമൊന്നുമില്ല. നിങ്ങളിത് ചെയ്യണം, ചെയ്ത് കാണിക്കണം. നിങ്ങൾ നമുക്ക് വാട്സാപ്പിൽ അയക്കണം. നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അയക്കണം. അതിന്റെ വീഡിയോസ് നമുക്ക് അയച്ചാൽ നമ്മള് തിരിച്ചങ്ങോട്ട് അയക്കും. ഓരോരുത്തർ ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ എല്ലാവരും നല്ലൊരു ചെയ്യണ്ട അതറിയാം. അതായത് 2025 നമുക്കൊരു പുതിയ തുടങ്ങാം. അതായത് കൃഷി തന്നെ ഫുൾ എല്ലാ വീടുകളിലും പച്ചമുളി. ഈ മെമ്പർ പോകുമ്പോൾ ഓരോ വീടുകളിലും കാണണം. കാരണം ഇത്രയും സാധനം ഉണ്ട്, ഇത്രയും കൃഷി ചെയ്യുന്നുണ്ട്. അത് കൂടുതലൊന്നും വേണ്ട, 5 or 6 നിങ്ങൾക്കൊരു കഴിയുന്നത്. അതുപോലെ ഒരു 4-5 കോഴി എല്ലാം നമുക്ക് വേണം, ആവശ്യമാണ്. ഞാൻ കൊല്ലങ്ങളായി കോഴി വളർത്തുന്നത്. 5 കോഴി 6. അത് മാങ്ങാട്ടം പഞ്ചായത്ത് തന്നതാണ്. ഇത്ര കൊല്ലമായിട്ട് നമ്മുടെ സാധനം ഇവിടെ ഉണ്ട്. എന്താ കാരണം വെച്ചാൽ നമ്മൾ അതിനെ പരിപാലിക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം. ആ മുട്ട കൊണ്ടാണ് നമ്മളിങ്ങനെ ജീവിതം മുമ്പോട്ട് വന്നു. കാരണം നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടിയല്ലോ, പുറത്ത് പോയി മേടിക്കണ്ടല്ലോ. അപ്പോൾ അതുപോലെ കോഴി അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പച്ചക്കറികളെല്ലാം നിങ്ങൾ നടണം. നട്ടിട്ട് നാടിനെ നല്ല ഉഷാറാക്കി എടുക്കണം. നാട്ടിലാർക്കും ഒരു അസുഖമൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ വീഡിയോകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണ്ട. കാരണം നിങ്ങൾ ഈ കൃഷി ചെയ്തിട്ട് നമ്മളെ മെമ്പറൊന്ന് കാണിക്കുക. അയാൾക്ക് കിട്ടുന്ന സന്തോഷം മതി. കൃഷി ചെയ്യുക, തിരിച്ചു വീഡിയോ കാണിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബിലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വന്ന് നോക്കുകയും ചെയ്യും. മെഡിക്കലി ചെയ്യും കേട്ടോ. നമ്മൾ കൃഷി ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ കൃഷി ചെയ്യുക, അതിനുശേഷം ഷെയർ ചെയ്യുക കേട്ടോ. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, എന്നാ ശരിയാ. ഓക്കെ, ബൈ.